പ്രതിസന്ധിക്കിടയിലും കുതിച്ചുയർന്ന ഇന്ത്യൻ സാമ്പത്തിക മേഖല കഴിഞ്ഞ വർഷത്തെ ആഭ്യന്തര ഉൽപാദന വളർച്ച 7.7%, 323 ലക്ഷം കോടി രൂപ GDP മൂല്യം, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം നിലനിർത്തി ഇന്ത്യ. മുന്നേറ്റം അമേരിക്കയെയും ചൈനയെയും പിന്നിലാക്കി. ആൻഡമാനിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMR നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നടപടികൾ വേഗത്തിലാക്കാൻ ED യോഗത്തിൽ തീരുമാനം. പഴുതടച്ച അന്വേഷണത്തിന് ED ഡയറക്ടറുടെ നിർദ്ദേശം. വീണയല്ല, പിണറായിയാണ് യഥാർത്ഥ പ്രതിയെന്ന് ഷോൺ ജോർജ്. പിണറായിയോ വീണയോ പ്രതിയായി EDക്ക് മുന്നിൽ ഒരു കേസുണ്ടോ എന്ന് AK ബാലൻ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കനത്ത മഴയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണു. നാളെ 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളുടെ പുനരധിവാസത്തിൽ സമവായമാകുന്നു. നിലവിലുള്ള സ്ഥലത്ത് കുടുംബങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് സർക്കാർ. കുടുംബങ്ങൾക്ക് സർക്കാർ വീട് വെച്ച് നൽകുമെന്നും മന്ത്രി റോജി M. ജോൺ. സർക്കാർ നിർദ്ദേശം ആലോചിച്ചറിയിക്കാമെന്ന് ഭൂവുടമയും സമരസമിതിയും. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടി വിട്ടു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അണ്ണാമലൈ. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കർണാടക മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. വകുപ്പ് വിഭജനത്തിലെ അതൃപ്തിയെ തുടർന്ന് ജലസേചന മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. പശ്ചിമ ബംഗാളിൽ വിമത MLA-മാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ മമതാ ബാനർജി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വിമർശിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരിയുടെ മരണശേഷം CPM ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് കടുത്ത അവഗണന. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്വത്തിൽ നിന്ന് നേരിട്ടതും വലിയ അവഗണനയെന്നും വിനോദിനി പച്ചക്കുതിരയിലെ ലേഖനത്തിൽ. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് എറണാകുളത്ത് ഭക്തി നിർഭര വരവേൽപ്പ്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമ്മ പങ്കെടുക്കും. മഹോത്സവം നാളെയും മറ്റന്നാളും.